ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എവർനൈറ്റ് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ സീസണിലെ 26ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർ തീർച്ചയായും അതൊക്കെ കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണാവൂ. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് ലിയുരാജ്ഞി തൻ്റെ സഹോദരൻ്റെ അടുത്തേക്ക് വന്ന് കാണാതായ ജനറലിനെ കുറിച്ച് അന്വേഷിക്കുന്നതാണ്. സത്യത്തിൽ അവൻ മരിച്ചു, പക്ഷേ അവൻ്റെ ഡെഡ് ബോഡി ലിയുരാജ്ഞിയുടെ സഹോദരൻ എവിടെയാണ് മറവ് ചെയ്തതെന്ന് ആർക്കും അറിയില്ല. അത് കേട്ട് കഴിയുമ്പോൾ ഉറങ്ങുകയായിരുന്ന ലിയുരാജ്ഞിയുടെ സഹോദരൻ എഴുന്നേൽക്കുന്നു. ലിയുരാജ്ഞി ആകട്ടെ ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, ഇതിന്റെ പിന്നിൽ നിന്റെ കരങ്ങളല്ലേ? എന്നാൽ മിങ്ചിയുടെ സ്വാധീനം ഉള്ളതുകൊണ്ടായിരുന്നിരിക്കണം. ഇപ്രാവശ്യം വളരെ ധൈര്യം സംഭരിച്ച ലിയുരാജ്ഞിയുടെ സഹോദരൻ പറയുകയാണ്, അതെ, ഞാൻ തന്നെയാണ് അത് ചെയ്തത്. അവൻ എന്നെ കൊല്ലുവാൻ ശ്രമിച്ചതുകൊണ്ട് തന്നെ ഞാൻ അവനെ കൊന്നു. അത് ചോദ്യം ചെയ്യാൻ നിനക്ക് എന്താണ് അധികാരം? നിനക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ ഈ രാജപദവിയിൽ നിന്ന് മാറ്റിക്കോളൂ, എന്നിട്ട് ഇവിടുത്തെ അധികാരി നീ ആയിക്കോളൂ. അത് കേട്ട് കഴിയുമ്പോൾ വളരെ ദേഷ്യത്തോടെ ലിയുരാജ്ഞി പറയുകയാണ്, കള്ളക്കഥയുണ്ടാക്കി ആ ജനറലിനെ നീ കൊന്നു, എന്നിട്ട് നിന്നെ ചോദ്യം ചെയ്യുകയാണോ എന്ന് ചോദിക്കുന്നുവോ? ഞാൻ നിന്നെ ചോദ്യം ചെയ്യുകയല്ല, നിന്റെ പ്രവർത്തികളിൽ നിരാശനായിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു? ലിയുരാജ്ഞിയുടെ സഹോദരൻ അപ്പോൾ ദേഷ്യത്തോടെ പറയുകയാണ്, ഞാൻ ഇവിടുത്തെ രാജാവാണ്, എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ചിന്തിച്ചുകൂടാ? നീ എൻ്റെ കീഴിലുള്ളവളാണ്. ഇനി ഞാൻ പറയുന്നതൊക്കെ നീ അനുസരിക്കാതിരുന്നാൽ നിന്നെയും ഞാൻ ശിരച്ഛേദനം ചെയ്ത് കൊന്നുകളയുമെന്ന് ലിയുരാജ്ഞിയോട് തന്നെ ലിയുരാജ്ഞിയുടെ സഹോദരൻ ഡയറക്റ്റായിട്ട് പറയുന്നു. അത് കേട്ട് കഴിയുമ്പോൾ ലിയുരാജ്ഞി ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തൊരു അടി കൊടുക്കുകയാണ്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തി അവൻ്റെ നേരെ നീട്ടുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവനൊന്ന് ഞെട്ടിയിരുന്നു. എന്നാൽ ലിയുരാജ്ഞി പറയുകയാണ്, നിനക്കെന്നെ കൊല്ലണമല്ലേ? എങ്കിൽ കൊന്നോളൂ, ഞാൻ നിന്റെ സബോർഡിനേറ്റീവ് ആണെന്നല്ലേ നീ പറഞ്ഞത്? നീ അത് ചെയ്യുന്നില്ലെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ തന്നെ അത് ചെയ്യാമെന്ന് പറഞ്ഞ് അവൾ സ്വയം കുത്തി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നു. എന്നാൽ അത് പിടിച്ചു മാറ്റി ദേഷ്യത്തോടെ ലിയുരാജ്ഞിയുടെ സഹോദരൻ പറയുകയാണ്, ഞാൻ ദേഷ്യം കൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. നീ മാത്രമാണ് എനിക്ക് ആകെയുള്ള സഹോദരി. ലിയുരാജ്ഞി പറയുകയാണ്, അപ്പോൾ നീ എന്നെ നിന്റെ സഹോദരിയായിട്ട് കണക്കാക്കുന്നുണ്ടല്ലേ? എനിക്കറിയാം, നീ നല്ല ഹൃദയമുള്ളവൻ തന്നെയാണ്, പക്ഷേ നിന്നെക്കൊണ്ട് ഇതെല്ലാം ആരൊക്കെയോ ചെയ്യിപ്പിക്കുകയാണ്. പറയൂ, നിന്റെ പുറകിൽ ആരാണ്? എന്നാൽ തൻ്റെ പുറകിൽ ആരും തന്നെ ഇല്ല എന്ന് ലിയുരാജ്ഞിയുടെ സഹോദരൻ ദേഷ്യത്തോടെ പറയുമ്പോൾ ലിയുരാജ്ഞി പറയുകയാണ്, ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ആ ജനറലിനെ നിനക്ക് ഒറ്റയ്ക്ക് കൊല്ലാനാകില്ല, അത്രയ്ക്കും പവർഫുള്ളാണ് ആ ജനറൽ. അതേസമയം തന്നെ ഈ വാർത്ത ഷീലിങ്ങിലേക്കും ലീക്കായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. മിങ്ചിയെ തന്നെയാണ് ലിയുരാജ്ഞി ഉദ്ദേശിക്കുന്നത്. എന്നാൽ ലിയുരാജ്ഞിയുടെ സഹോദരൻ ദേഷ്യത്തോടെ പറയുകയാണ്, മതി, ഇനി അതിനെക്കുറിച്ച് പറയേണ്ട. ആ ജനറൽ എന്നെ കൊല്ലുവാൻ ശ്രമിച്ചതുകൊണ്ട് ഞാൻ അയാളെയും കൊന്നു. അപ്പോൾ ലിയുരാജ്ഞി പറയുകയാണ്, വേണ്ട, എനിക്കറിയാം, ഇതിൻ്റെ പിന്നിൽ ആ മിങ്ചിയല്ലേ? ഞാൻ അവനെ വാൺ ചെയ്ത് വിട്ടതാണ്, എന്നിട്ടും അവൻ എന്നെ ധിക്കരിക്കാൻ എത്ര ധൈര്യമാണ് അവന്? എന്നിട്ടും അവനല്ല ഇതിൻ്റെ എല്ലാം പിറകിലെന്ന് ലിയുരാജ്ഞിയുടെ സഹോദരൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. അവനല്ല ഇതിൻ്റെ പിന്നിലെങ്കിൽ പിന്നെ വേറെ ആരാണെന്ന് ലിയുരാജ്ഞിയും ചോദിക്കുന്നു. അപ്പോൾ ദേഷ്യത്തോടെ ലിയുരാജ്ഞിയുടെ സഹോദരൻ പറയുകയാണ്, നീ തന്നെയാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ, നീ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നാൽ അതും കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ ആകെ ദേഷ്യമാവുന്ന ലിയുരാജ്ഞി പുറത്തുണ്ടായിരുന്ന തൻ്റെ പ്രിയപ്പെട്ട പട്ടാളക്കാരനെ വിളിച്ചിട്ട് പറയുകയാണ്, ഉടനെ തന്നെ മിങ്ചിയെ അറസ്റ്റ് ചെയ്യൂ. എന്നാൽ അല്പം വിഷമത്തോടെ ലിയുരാജ്ഞിയുടെ പ്രിയപ്പെട്ട പട്ടാളക്കാരൻ പറയുകയാണ്, വളരെ ഉന്നത പദവിയിലുള്ള വ്യക്തിയാണ് മിങ്ചി. അവനിപ്പോൾ ടെമ്പിൾ മാസ്റ്ററാണ്. പെട്ടെന്ന് അവനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കുറേ പ്രശ്നങ്ങൾ ഉയർത്തും. ലിയുരാജ്ഞിയുടെ സഹോദരനും അതെ അതെ എന്ന് പറയുന്നു. ഈ ഒരു അവസരത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ അത് നമ്മുടെ ക്യാപിറ്റലിന് വളരെ ദോഷം ചെയ്യുമെന്നും പറയുന്നു. ലിയുരാജ്ഞി അപ്പോൾ അങ്ങനെയെങ്കിൽ അവനെ യുദ്ധം ചെയ്യാൻ വിടാൻ ഉത്തരവിടുന്നു. ലിയുരാജ്ഞിയുടെ സഹോദരൻ പറയുകയാണ്, അതിനവന് യുദ്ധം ചെയ്യാൻ അറിയില്ല. ലിയുരാജ്ഞി പറയുകയാണ്, അവൻ യുദ്ധം ചെയ്യാൻ തയ്യാറാകില്ല എന്ന് പറയുകയാണെങ്കിൽ രാജകൽപ്പന ധിക്കരിച്ചു എന്ന് പറഞ്ഞ് അവൻ അറസ്റ്റ് ചെയ്യാമല്ലോ. അത് കേട്ട് വളരെ ദേഷ്യമാവുന്ന ലിയുരാജ്ഞിയുടെ സഹോദരന് ഒന്നും തന്നെ പറയാനായില്ല. പിന്നെ ലിയുരാജ്ഞിയും സഹോദരനും അതേപോലെ തന്നെ ലിയുരാജ്ഞിയുടെ പ്രിയപ്പെട്ട പട്ടാളക്കാരനും കൂടി മിങ്ചിയുടെ അടുത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. മിങ്ചി അവരെ നല്ലവണ്ണം വണങ്ങുകയും ലിയുരാജ്ഞിയുടെ സഹോദരനെ ചായ കുടിക്കാൻ ക്ഷണിക്കുകയും ഒക്കെ ചെയ്യുന്നു. ലിയുരാജ്ഞി അപ്പോൾ ലിയുരാജ്ഞിയുടെ സഹോദരനോട് അത് പറയാൻ ആംഗ്യം കാണിക്കുന്നുണ്ട്. എന്നാൽ ലിയുരാജ്ഞിയുടെ സഹോദരൻ സൽക്കാരം സ്വീകരിക്കുകയാണെന്ന് കണ്ടപ്പോൾ ദേഷ്യത്തോടെ ലിയുരാജ്ഞി പറയുകയാണ്, നിന്റെ സൽക്കാരം സ്വീകരിക്കാനല്ല ഇപ്പോൾ വന്നത്. എന്താണ് കാര്യമെന്ന് എൻ്റെ സഹോദരൻ ഉടനെ തന്നെ പറയും. അപ്പോൾ അല്പം മടിച്ചുകൊണ്ട് വേറെ നിവർത്തിയില്ലാതെ ആ കാര്യം ലിയുരാജ്ഞിയുടെ സഹോദരൻ മിങ്ചിയോട് പറയുന്നു. അതായത് അവൻ യുദ്ധത്തിന് പോകണമെന്ന്. ലിയുരാജ്ഞിയാകട്ടെ ഉടനെ തന്നെ സാധനങ്ങളും അതിനുവേണ്ടി പാക്ക് ചെയ്യാൻ പറയുന്നു. മിങ്ചി അത് കേട്ട് പറയുകയാണ്, ഞാൻ യുദ്ധത്തിന് പോകാനോ? എന്നേലും ബെറ്റർ മറ്റൊരാളാണെന്ന് പറഞ്ഞ് ആ വ്യക്തിയുടെ പേരും പറയുന്നു. അത് മറ്റൊരു ജനറൽ കാൻഡിഡേറ്റിൻ്റെ പേരാണ് പറയുന്നത്. അത് കേട്ട് ലിയുരാജ്ഞിയുടെ പ്രിയപ്പെട്ട പട്ടാളക്കാരനും മറ്റുള്ള പട്ടാളക്കാരും ഒക്കെ രാജാവിൻ്റെ കൽപ്പന ധിക്കരിക്കുന്നു എന്ന് പറഞ്ഞ് മിങ്ചിയെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു. ഉടനെ തന്നെ മിങ്ചിയുടെ കൂടെയുള്ളവരും ആക്രമണത്തിന് ഒരുങ്ങുന്നു. എന്നാൽ അവിടെ ഫൈറ്റ് ഒന്നും നടക്കുന്നില്ല. കാരണം മിങ്ചി അതിന് സമ്മതിക്കുകയാണ്. മിങ്ചി പറയുകയാണ്, ശരി, എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടാകും? ആരും തന്നെ ഉണ്ടാകില്ല എന്ന് ലിയുരാജ്ഞി പറയുന്നു. കാരണമായിട്ട് പറയുന്നത് അവൻ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണമെന്നൊക്കെയാണ്.
അത് ചതിയാണെന്ന് മനസ്സിലാക്കിയിട്ടെന്നോളമായിരിക്കണം അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ലിയുരാജ്ഞിയുടെ സഹോദരനോട് തന്നെ മിങ്ചി ചോദിക്കുകയാണ്, ഞാൻ പോകണമെന്ന് തന്നെയാണോ നിന്റെയും അഭിപ്രായം? ലിയുരാജ്ഞി ഉടനെ തന്നെ പറയുകയാണ്, അത് തന്നെയാണ് രാജാവിൻ്റെ അഭിപ്രായം. രാജാവിൻ്റെ ആജ്ഞ ധിക്കരിച്ച് യുദ്ധം കഴിയുന്നതിന് മുമ്പേ ഈ ക്യാപിറ്റലിലേക്ക് തിരികെ വരികയാണെങ്കിൽ നിന്നെ ഉടനെ തന്നെ മരണശിക്ഷയ്ക്ക് വിധിക്കും. ഓൺ ദ സ്പോട്ടിൽ തന്നെ കൊല്ലുമെന്നൊക്കെ പറയുന്നുണ്ട്. മിങ്ചി അത് കേട്ട് ഭയക്കുന്നുണ്ട്. അവൻ ലിയുരാജ്ഞിയുടെ സഹോദരനെ ഒന്ന് നോക്കുമെങ്കിലും ലിയുരാജ്ഞിയുടെ സഹോദരനാകട്ടെ കുമ്പിട്ട് നിൽക്കുന്നു. അവൻ അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പിന്നെ കാണിക്കുന്നത് മിങ്ചി ആജ്ഞ പോലെ തന്നെ യുദ്ധത്തിന് പോകുന്നതാണ്. അങ്ങനെ യുദ്ധം കഴിയുന്നത് വരെ താങ് സ്റ്റേറ്റ് വിട്ട് മിങ്ചി യുദ്ധത്തിന് പോവുകയാണ്. അങ്ങനെ ലിയുരാജ്ഞിയുടെ തന്ത്രം ഫലിച്ചുവെങ്കിലും കൊട്ടാരത്തിൽ എത്തിക്കഴിയുമ്പോൾ ദേഷ്യത്തോടെ ലിയുരാജ്ഞിയുടെ സഹോദരൻ ലിയുരാജ്ഞിയോട് ചോദിക്കുകയാണ്, നമ്മൾ മിങ്ചി ഇവിടെ നിന്ന് ഓടിച്ചു, ഇനി നമ്മുടെ സ്ഥലത്തെ ആര് സംരക്ഷിക്കും? ഫോസി ആണെങ്കിൽ ഈ ലോകം വിട്ടുപോയി, അക്കാദമി ആണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നില്ല, നമുക്ക് ആശ്രയം നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മളെ ആര് സഹായിക്കാനാണ്? ലിയുരാജ്ഞി പറയുകയാണ്, അക്കാദമി അല്ല ആരും തന്നെ നമ്മളെ കൈവിട്ടാലും ഞാൻ താങ് സ്റ്റേറ്റിന് വേണ്ടി ഫൈറ്റ് ചെയ്യും, എൻ്റെ മരണം വരെ. ലിയുരാജ്ഞിയുടെ സഹോദരൻ ചോദിക്കുകയാണ്, വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഈ ലോകം മുഴുവനും എതിരെ നിസ്സാരക്കാരിയായ നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ലിയുരാജ്ഞി പറയുകയാണ്, ഇല്ല അങ്ങനെയൊന്നും സംഭവിക്കില്ല, നമ്മുടെ സംരക്ഷണത്തിന് ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷൻ ഉണ്ട്. ലിയുരാജ്ഞിയുടെ സഹോദരൻ പറയുകയാണ്, അത് നമ്മളെ സംരക്ഷിക്കുമായിരിക്കും, പക്ഷേ നമ്മളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവർക്ക് കോട്ടയുടെ അകത്ത് കയറേണ്ട ആവശ്യമില്ല, നമ്മളെ ഒന്ന് വളഞ്ഞാൽ മാത്രം മതി. നമ്മുടെ കോട്ടയെ അവർ വളഞ്ഞു കഴിഞ്ഞാൽ പുറത്തു നിന്ന് നമുക്ക് ഭക്ഷണമൊന്നും എത്തില്ല, പിന്നെ നമ്മൾ പട്ടിണി കിടന്നായിരിക്കും മരിക്കാൻ പോകുന്നത്. അതൊക്കെ കേട്ട് ലിയുരാജ്ഞി പറയുകയാണ്, അപ്പോൾ നിനക്ക് നല്ലവണ്ണം ചിന്തിക്കാനൊക്കെ അറിയാം, എന്നിട്ട് എന്തുകൊണ്ടാണ് ഇതുവരെയും ഒന്നും ചിന്തിക്കാതെ നീ മണ്ടത്തരം മാത്രം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? ദേഷ്യത്തോടെ താൻ മണ്ടത്തരം ഒന്നും ചെയ്തിട്ടില്ല എന്ന് ലിയുരാജ്ഞിയുടെ സഹോദരൻ പറയുന്നു. അതിനുശേഷം അവൻ പറയുകയാണ്, ഹെവൻലി ഗോഡ് താങ് സ്റ്റേറ്റിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമെങ്കിൽ തീർച്ചയായും നമ്മൾ ഇല്ലാതാവുക തന്നെ ചെയ്യും. ഹെവൻലി ഗോഡിന്റെ തീരുമാനത്തിനെതിരായിട്ട് നമുക്ക് ഒന്നും തന്നെ ചെയ്യാനാകില്ല. ലിയുരാജ്ഞി പറയുകയാണ്, ഇല്ല, നമ്മൾ താങ് സ്റ്റേറ്റ് ആണ്, അവസാനം വരെയും നമ്മൾ പോരാടും, ആർക്കും നമ്മൾ അടിയറവ് പറയില്ല, മരിക്കുന്നെങ്കിൽ നമ്മൾ താങ് സ്റ്റേറ്റിൽ തന്നെ കിടന്ന് മരിക്കും. എന്നാൽ അതൊന്നും ലിയുരാജ്ഞിയുടെ സഹോദരൻ്റെ ചെവിയിലോട്ടൊന്നും കയറുന്നില്ലായിരുന്നു. അവൻ പറയുകയാണ്, എന്തിനാണ് ഞാൻ മരിക്കുന്നത്? പിന്നെ കാണിക്കുന്നത് ക്യാപിറ്റലിൻ്റെ അടുത്ത് എത്താറായിരിക്കുന്ന ഷിയാത്തിയ രാജ്ഞിയെയും മകനെയും നിങ്കയും ഒക്കെയാണ്. തൻ്റെ മകനോടും രാജാവിൻ്റെ ചിതാഭസ്മത്തോടും എന്ന പോലെ ഷിയാത്തിയ രാജ്ഞി പറയുകയാണ്, നമ്മൾ താങ് സ്റ്റേറ്റിൽ എത്താറായി. എന്നാൽ എന്തോ അപകടം മണത്തിട്ടായിരിക്കണം നിങ്കയായ ആ യാത്ര പെട്ടെന്ന് നിർത്താൻ പറയുന്നു. ഇവിടെ എന്തോ അപകടം മണക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് മറ്റൊരു വഴിയെ പോകാം. രാജ്ഞി ഡയറക്റ്റ് ആയിട്ട് കൊട്ടാരത്തിലേക്ക് പോകണ്ട, ഷെങ്ങിൻ്റെ പാലസിലേക്ക് പോയാൽ മതി. നിങ്കയാകട്ടെ ഡയറക്റ്റ് ആയിട്ട് കൊട്ടാരത്തിലേക്ക് പോകാനും തീരുമാനിക്കുന്നു. അതിനുശേഷം അവർ തമ്മിൽ എവിടെ വെച്ച് മീറ്റ് ചെയ്യാമെന്നും തീരുമാനിക്കുന്നുണ്ട്. ഷിയാത്തിയ രാജ്ഞി ആകട്ടെ അതെല്ലാം അനുസരിക്കുകയും നിങ്കയോട് സേഫ് ആയിട്ടിരിക്കാനും പറയുന്നു. പിന്നെ കാണിക്കുന്നത് ലിയുരാജ്ഞിയുടെ പ്രിയപ്പെട്ട പട്ടാളക്കാരൻ നിങ്കയും ഷിയാത്തിയ രാജ്ഞിയും ഒക്കെ അവിടെ എത്താറായിരിക്കുന്നു എന്ന വാർത്ത അവരെ അറിയിക്കുന്നതാണ്. അത് കേട്ട് ലിയുരാജ്ഞിയും ലിയുരാജ്ഞിയുടെ സഹോദരനും ഒന്ന് ഞെട്ടുന്നു. നിങ്കയും കൂടെ ഉണ്ടെന്ന് കേട്ടപ്പോഴാണ് ലിയുരാജ്ഞി ഒന്ന് കൂടുതൽ ഞെട്ടിയത്. പേടിച്ച് ലിയുരാജ്ഞിയുടെ സഹോദരൻ ചോദിക്കുകയാണ്, അവൻ ഇതുവരെയും മരിച്ചില്ലേ? ലിയുരാജ്ഞി ആകട്ടെ തൻ്റെ പ്രിയപ്പെട്ട പട്ടാളക്കാരനോടും അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ള അംഗരക്ഷകരോടുമൊക്കെ പുറത്തേക്ക് പോകാൻ പറയുന്നു. എല്ലാവരും പോയി കഴിയുമ്പോൾ ലിയുരാജ്ഞിയുടെ സഹോദരൻ പറയുകയാണ്, നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ, നിനക്ക് കൂടെ ഉണ്ടെങ്കിൽ ഷിയാത്തിയ രാജ്ഞിക്ക് സപ്പോർട്ടായിട്ട് അക്കാദമി മുഴുവനും ഉണ്ടാകും. ലിയുരാജ്ഞി അപ്പോൾ പറയുകയാണ്, നീ അവനെ എന്ത് ചെയ്യാൻ പോകുന്നു? അവനെ കൊല്ലാൻ പോകുന്നു? അവനെ ലോക്കപ്പിലാക്കാൻ പോകുന്നു? ലിയുരാജ്ഞിയുടെ സഹോദരനാകട്ടെ അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ എന്തെങ്കിലും മാർഗം പറഞ്ഞു തരാൻ തൻ്റെ സഹോദരിയോട് പറയുന്നു. ലിയുരാജ്ഞി അപ്പോൾ പറയുകയാണ്, ഇവിടെ കൗശലപൂർവ്വമാണ് പ്രവർത്തിക്കേണ്ടത്, നീ തന്നെ ഡയറക്റ്റ് ആയിട്ട് ചെന്ന് അവരെ സ്വീകരിക്കണം. ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷന്റെ അധികാരിയായിട്ട് നമ്മുടെ ഫാദർ നിയോഗിച്ചത് അവനെയാണ്, അവനാണ് അതിൻ്റെ സംരക്ഷകൻ. എന്നാൽ അതെല്ലാം കേട്ടപ്പോൾ വളരെ ദേഷ്യത്തോടെ ലിയുരാജ്ഞിയുടെ സഹോദരൻ പറയുകയാണ്, അതൊന്നും ഒരിക്കലും നടക്കില്ല, അവൻ ഇവിടെ എത്തിയാൽ അവൻ എന്നെ ഒരിക്കലും രാജാവാകാൻ അനുവദിക്കില്ല. ലിയുരാജ്ഞി അപ്പോൾ ദേഷ്യത്തോടെ പറയുകയാണ്, ശത്രുക്കൾ നമ്മളെ വളഞ്ഞിരിക്കുകയാണ്, ഈ ഒരു അവസരത്തിൽ താങ് സ്റ്റേറ്റും അവിടുത്തെ ജനങ്ങളുമാണ് നമുക്ക് പ്രധാനപ്പെട്ടത്, താങ് സ്റ്റേറ്റും ഇവിടുത്തെ ജനങ്ങളുമില്ലെങ്കിൽ പിന്നെ നീ രാജാവായിട്ട് എന്ത് കാര്യം ഇരിക്കുന്നു? ഉടനെ തന്നെ ചാടി എഴുന്നേറ്റ് ഭീരുവായിട്ടുള്ള ആ രാജാവ് പറയുകയാണ്, നമുക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് ഷീലിങ്ങിനോട് സമ്മതിക്കാം, നമുക്ക് കീഴടങ്ങാം. ലിയുരാജ്ഞിക്ക് അത് കേട്ട് ശരിക്കും ദേഷ്യമാകുന്നു. അവനെ തോൽവി എന്ന് വിളിക്കുന്നു. ഇനി അതൊക്കെ ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ട് ലിയുരാജ്ഞിയുടെ സഹോദരൻ പറയുകയാണ്, കീഴടങ്ങി എന്ന് പറഞ്ഞ് താങ് സ്റ്റേറ്റ് ഒരിക്കലും ഇല്ലാതാകാൻ പോകുന്നില്ല, നമ്മളെ ഇല്ലാതാക്കിയത് കൊണ്ട് ഷീലിങ്ങിന് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. എന്തൊക്കെ വന്നാലും ലോകത്തെ ഭരിക്കാൻ ഒരു സ്റ്റേറ്റ് വേണ്ടേ? അതിന് ബെറ്റർ ആയിട്ടുള്ള സ്റ്റേറ്റ് നമ്മൾ തന്നെയാണ്, ഷീലിംഗ് നമ്മളെ തന്നെ അതിന് തിരഞ്ഞെടുക്കും. ലിയുരാജ്ഞി അപ്പോൾ ദേഷ്യത്തോടെ പറയുകയാണ്, അങ്ങനെ അവരുടെ അടിമയായിട്ടുള്ള ഒരു സ്റ്റേറ്റിലെ രാജാവായിട്ട് ജീവിക്കാൻ നിനക്ക് നാണമില്ലേ? എന്നിട്ടും നാണമില്ലാതെ ലിയുരാജ്ഞിയുടെ സഹോദരൻ പറയുകയാണ്, എനിക്ക് രാജാവായാൽ മാത്രം മതി, വേറൊന്നും ഞാൻ ഗവനിക്കുന്നില്ല. അത് കേട്ട് ലിയുരാജ്ഞി പറയുകയാണ്, എല്ലാം എൻ്റെ തെറ്റാണ്,
നിന്നോട് അമിതമായിട്ട് സ്നേഹം കാണിച്ച് നിന്നെ ശകാരിക്കാതെ നിന്നെ ഞാൻ നശിപ്പിച്ചു. നിന്നെ ഓർത്ത് എനിക്ക് നാണം തോന്നുന്നു എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകാൻ ഒരുങ്ങുന്നു. എന്നാൽ അവളെ തടഞ്ഞുകൊണ്ട് ലീരാജ്ഞിയുടെ സഹോദരൻ പറയുകയാണ്, നിനക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവൻ എന്തായാലും എന്നെ രാജവതയിൽ നിന്ന് പുറത്താക്കും. ലീരാജ്ഞി പറയുകയാണ്, നീ എൻ്റെ സഹോദരനാണ്, അമ്മയെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുകയാണ്, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, അതിന് ഞാൻ അനുവദിക്കില്ല. ശേഷം ലീരാജ്ഞി അവിടുന്ന് പോകുന്നു. ദേഷ്യത്തോടെ ലീരാജ്ഞിയുടെ സഹോദരനായിട്ട് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്നു. പുറത്തു വെച്ച് ലീരാജ്ഞി തൻ്റെ പ്രിയപ്പെട്ട പട്ടാളക്കാരനെ കാണുന്നു. അയാൾ ലീരാജ്ഞിയോട് അവളുടെ സങ്കടങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറയുന്നു. ലീരാജ്ഞി അതിന് തയ്യാറാകാതിരിക്കുമ്പോൾ അയാൾ പറയുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ എന്തും തന്നെ ചെയ്യുമെന്ന് നിനക്കറിയില്ലേ, വേണമെങ്കിൽ മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. എന്നാൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നീ എന്നോട് ഒന്നും തന്നെ കടപ്പെട്ടിരിക്കുന്നില്ല എന്ന് ലീരാജ്ഞി പറയുന്നു. അത് കേട്ട് കഴിയുമ്പോൾ അയാൾക്ക് വിഷമമാകുന്നു. കാരണം അയാൾക്ക് ലീരാജ്ഞിയെ ഇഷ്ടമാണല്ലോ. അയാൾ പറയുകയാണ്, എൻ്റെ വിഷമം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, ഇങ്ങനെ കഷ്ടപ്പെട്ട ദുരിതമാർന്ന ഒരു ജീവിതം നീ നയിക്കല്ലേ. അത് കാണുമ്പോൾ നിന്നെ സഹായിക്കാൻ സാധിക്കാത്തതിൽ എനിക്ക് എന്നോട് തന്നെ ദേഷ്യവും വെറുപ്പും തോന്നുകയാണ്. എന്നിട്ടും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലീരാജ്ഞി അവിടുന്ന് പോകാനൊരുങ്ങുമ്പോൾ തന്നെ ലീരാജ്ഞിയുടെ പ്രിയപ്പെട്ട പട്ടാളക്കാരൻ പറയുകയാണ്, എങ്കിൽ ഞാൻ പോയി അവരെ തടയാൻ പോവുകയാണ്. ലീരാജ്ഞി പറയുകയാണ്, അവരുടെ കൂടെ നിങ്കയുണ്ട്, നിങ്കയെ നീ എന്ത് ചെയ്യാൻ പോകുന്നു, നിങ്കയെ ഒരിക്കലെങ്കിലും നീ പരാജയപ്പെടുത്തിയിട്ടുണ്ടോ? അപ്പോൾ ആ വ്യക്തി പറയുകയാണ്, എനിക്ക് ട്രൈ ചെയ്യാമല്ലോ, നിനക്ക് അവർ ഭീഷണിയാണെങ്കിൽ നിനക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് മരിക്കാനും ഞാൻ തയ്യാറാണ്. ലീരാജ്ഞി അപ്പോൾ അല്പം വിഷമത്തോടെ പറയുകയാണ്, എന്നോടുള്ള വിശ്വസ്തതയുടെ പുറത്താണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതീക്ഷിച്ചാണോ നീ ഇത് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു ദിവസം നീ ഇതിനെക്കുറിച്ചൊക്കെ ഓർത്ത് ഖേദിക്കും. ഒരിക്കലും നടക്കാനാകാത്ത അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് നീ ഇത്രയുമൊക്കെ വിശ്വസ്തത കാണിക്കുന്നത്. എന്നാൽ ലീരാജ്ഞിക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ താൻ ഒരിക്കലും ഖേദിക്കില്ല എന്ന് അയാളും പറയുന്നു. അപ്പോൾ കൂടുതൽ വിഷമത്തോടെ ലീരാജ്ഞി പറയുകയാണ്, എന്തിനാണ് നീ ഇങ്ങനെ വിഡ്ഢിയാവുന്നത്? ഞാൻ മാപ്പർഹിക്കാത്ത വലിയ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലോ? അപ്പോൾ അയാൾ പറയുകയാണ്, എന്തൊക്കെ തന്നെ ആയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. അത് കേട്ട് വിഷമത്തോടെ കരഞ്ഞു പോകുന്ന ലീരാജ്ഞി പറയുകയാണ്, വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു ഗേളാണ് ഞാനെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ നിന്നെ പോലത്തെ ഒരു ഫൂളായിരുന്നെങ്കിൽ എന്നാണ്. അവൻ്റെ സ്നേഹം കണ്ടതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ഉപമിച്ചു പറഞ്ഞത്. അവസാനം മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ ലീരാജ്ഞിയുടെ പ്രിയപ്പെട്ട പട്ടാളക്കാരൻ നിങ്കയെയും ഷിയാത്തിയരാജ്ഞിയെയും ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നു. ഇതേ സമയം തന്നെ മറ്റൊരു വ്യക്തി അവരെ നിരീക്ഷിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ലീരാജ്ഞി എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട പട്ടാളക്കാരനെ തടഞ്ഞുകൊണ്ട് പറയുകയാണ്, നീ എന്തുകൊണ്ടാണ് എന്നോട് ഇക്കാര്യം പറയാതിരുന്നത്? അതായത് നിങ്കയെയും ഷിയാത്തിയെയും രാജ്ഞിയെയും തടയാനുള്ള കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ലീരാജ്ഞിയുടെ പ്രിയപ്പെട്ട പട്ടാളക്കാരൻ അപ്പോൾ പറയുകയാണ്, നിനക്കവരെ അപ്പോൾ തടയണ്ടേ? ലീരാജ്ഞി പറയുകയാണ്, ശരിയാണ്, എനിക്കും അതുതന്നെയാണ് താല്പര്യം, പക്ഷേ നിങ്കയെ ഇപ്പോൾ ക്യാപിറ്റലിന് ആവശ്യമാണ്. അത് കേട്ട് ലീരാജ്ഞിയുടെ പ്രിയപ്പെട്ട പട്ടാളക്കാരന് ശരിക്കും ദേഷ്യമാകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അവർ സംസാരിച്ചത് ഒളിച്ചു നിന്ന് കേട്ട വ്യക്തി ലീരാജ്ഞിയുടെ സഹോദരൻ്റെ അടുത്ത് വന്ന ആ കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. തൻ്റെ സഹോദരി നിങ്കെ അങ്ങോട്ട് വരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് കേട്ടപ്പോൾ ലീരാജ്ഞിയുടെ സഹോദരന് ശരിക്കും ദേഷ്യമായി. നിങ്കയെയും ഷിയാത്തിയരാജ്ഞിയെയും ഇപ്പോൾ തടയാൻ ആരുമില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സേവകനെ പറഞ്ഞുവിട്ട് പുതിയതായിട്ട് ചാർജ് എടുത്ത ജനറലിനെ വിളിച്ചു വരുത്തുന്നു. അയാൾ ലീരാജ്ഞിയുടെ സഹോദരനായിട്ടുള്ള രാജാവിനെ വണങ്ങുന്നു. അയാളുടെ തോളിൽ തട്ടിക്കൊണ്ട് ലീരാജ്ഞിയുടെ സഹോദരൻ പറയുകയാണ്, മിങ്ചി നിർദ്ദേശിച്ച ആ ജനറൽ നിങ്ങളാണല്ലേ? നീ എനിക്ക് വേണ്ടി ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തു തരണം. നിങ്കയും മറ്റുള്ളവരും ഇവിടെ കാലുകുത്തരുത്, അവരെ തടയണം. എന്ത് വില കൊടുത്തും അവരെ തടയണം. അവരെ കൊല്ലേണ്ടി വന്നാൽ പോലും എനിക്കെതിരെ തിരിഞ്ഞ ആരും ജീവിച്ചിരിക്കാൻ പാടില്ല. പിന്നെ കാണിക്കുന്നത് ലീരാജ്ഞിയുടെ പ്രിയപ്പെട്ട പട്ടാളക്കാരൻ നിങ്കയുടെ അടുത്തെത്തുന്നതാണ്. നിങ്ക അപ്പോൾ പറയുകയാണ്, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. ലീരാജ്ഞിയുടെ പ്രിയപ്പെട്ട പട്ടാളക്കാരൻ പറയുകയാണ്, ഞാൻ വരുമെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? നിങ്ക അതിനുള്ള ഉത്തരം പറയുന്നില്ല. അപ്പോഴേക്കും പുറകിൽ നിന്ന് ലീരാജ്ഞിയും വരുന്നതായി കാണിക്കുന്നു. അവരെല്ലാവരെയും കണ്ടു കഴിയുമ്പോൾ നിങ്ക ചോദിക്കുകയാണ്, ഞങ്ങളെ തടയുന്നതിന് വേണ്ടിയാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? ലീരാജ്ഞി പറയുകയാണ്, ഒരിക്കലുമില്ല, നിങ്ങൾക്ക് ഈ തങ് സ്റ്റേറ്റിലേക്ക് പ്രവേശിക്കാം. ഞാൻ വന്നത് എൻ്റെ ഫാദറിൻ്റെ ചിതാഭസ്മം സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ്. മറ്റുള്ളവരെയൊന്നും കാണുന്നില്ലല്ലോ. നിങ്ക പറയുകയാണ്, എൻ്റെ ഊഹം എപ്പോഴും തെറ്റാറില്ലെന്ന് നിനക്കറിയാമല്ലോ. എനിക്ക് പ്രിയപ്പെട്ടവരെ എപ്പോഴും ഞാൻ സംരക്ഷിക്കാൻ നോക്കാറുണ്ട്. അപകടം മണത്തതുകൊണ്ട് തന്നെ ഞാൻ അവരെ മറ്റൊരു സ്ഥലത്താക്കിയിരിക്കുകയാണ്. ലീരാജ്ഞി അപ്പോൾ ചോദിക്കുകയാണ്, നീ ആരെയാണ് സംരക്ഷിക്കുന്നത്? അത് കൊട്ടാരത്തിലെത്തിയിട്ട് പറയാമെന്ന് പറഞ്ഞ് നിങ്ക ആദ്യമേ പോകുന്നു. പിന്നെ കാണിക്കുന്നത് നിങ്ക രാത്രിയിൽ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. രാത്രിയിലാണ് നിങ്ക അവിടെ എത്തിയിരിക്കുന്നത്. ഇപ്രാവശ്യം നിങ്കയുടെ കൂടെ ഷിയാത്തിയരാജ്ഞിയും ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം അംഗരക്ഷകനോട് ഇങ്ങനെയാണ് പറയുന്നത്, ഗേറ്റ് തുറക്കൂ, മുമ്പത്തെ രാജ്ഞി ഇവിടെ വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ അധികാരികളുടെ പെർമിഷൻ ഇല്ലാതെ കയറ്റുവാൻ ആ അംഗരക്ഷകൻ അനുവദിക്കുന്നില്ല. അറ്റാക്ക് ചെയ്യാൻ പോലും അവർ തയ്യാറാകുന്നു. അപ്പോഴേക്കും നിങ്കയുടെ പേര് വിളിച്ച ഷിയാത്തിയരാജ്ഞിയും മകനും അങ്ങോട്ട് വരുന്നു. ശേഷം ഷിയാത്തിയരാജ്ഞി അവരോടെല്ലാവരോടുമായിട്ട് പറയുകയാണ്, ഞാൻ മുമ്പത്തെ രാജ്ഞിയാണ്. മുമ്പത്തെ രാജാവിൻ്റെ കൽപ്പനയുമായിട്ടാണ് വന്നിരിക്കുന്നത്. യഥാർത്ഥ അവകാശി ആ ഉത്തരവിലാണ് ഉള്ളത്. അതുകൂടാതെ രാജകൊട്ടാരത്തിലുള്ള അംഗങ്ങളെ തടയുവാൻ എന്തധികാരമാണ് നിങ്ങൾക്കുള്ളത്?
താങ് സ്റ്റേറ്റ് ഏറ്റവും വലിയ ദുരന്തങ്ങളെ നേരിടുന്ന സമയമാണിത്. ഞങ്ങൾക്ക് നേരെയല്ല നിങ്ങളിപ്പോൾ ആയുധം നീട്ടേണ്ടത്, ശത്രുക്കൾക്കെതിരെയാണ്. ഞങ്ങളോട് ഇങ്ങനെ അവഹേളനം കാണിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പൂർവികരോട് തന്നെ തെറ്റ് ചെയ്യരുത്. ഞങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുക തന്നെ ചെയ്യും. ആരെങ്കിലും ഞങ്ങളെ തടയുകയാണെങ്കിൽ അവർ വധിക്കപ്പെടും. അതിനുശേഷം അകത്തേക്ക് കയറി കഴിയുമ്പോൾ ആരും അവരെ തടയുന്നില്ല. മാത്രമല്ല ഗേറ്റും തുറന്നു കൊടുക്കുന്നു. അവരെ തടയുന്നതിന് നേതൃത്വം വഹിച്ച അംഗരക്ഷകരുടെ ആ തലവന് ഇപ്പോൾ ഒരു കള്ളരക്ഷണം മുഖത്തുണ്ട്. അവൻ എന്തോ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കണം. നിങ്കെ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഒന്നും ചെയ്യാതിരുന്നത്. ആ ഒരു ദേഷ്യവും അവൻ്റെ മുഖത്തുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ലിയുരാജ്ഞി തൻ്റെ പ്രിയപ്പെട്ട പട്ടാളക്കാരൻ്റെ കൂടെ അങ്ങോട്ട് വന്ന് നിങ്കയോട് ഏത് സ്ത്രീയാണ് അകത്തേക്ക് കയറിയതെന്ന് ചോദിക്കുന്നു. നിങ്കി അപ്പോൾ പറയുകയാണ്, നിന്റെ അമ്മയാണത്, അതായത് ഇവിടുത്തെ മുമ്പത്തെ രാജ്ഞി. അവരെ അങ്ങനെയൊന്നും സംബോധന ചെയ്യരുത്, രാജ്ഞി എന്ന് തന്നെ വിളിക്കണം. ലിയുരാജ്ഞി അപ്പോൾ പറയുകയാണ്, അപ്പോൾ നീ അവരുടെ കൂടെയാണല്ലേ, എന്താ നിന്റെ തീരുമാനം? നിങ്കെ പറയുകയാണ്, അതെല്ലാം നിന്റെ പ്രവർത്തികളെ ആശ്രയിച്ചിരിക്കുന്നു. അതും പറഞ്ഞുകൊണ്ട് നിങ്കയും അകത്തേക്ക് കയറുന്നു. പിന്നെ കാണിക്കുന്നത് ലിയുരാജ്ഞിയുടെ സഹോദരൻ വിട്ട ജനറൽ തിരിച്ച് അവൻ്റെ അടുത്ത് വന്ന് സംഗതി പാളി എന്ന കാര്യം പറയുന്നതാണ്. എന്തുകൊണ്ട് അവരെ തടയാൻ സാധിച്ചില്ല എന്ന് അവൻ്റെ കഴുത്തിനെ കുത്തിപ്പിടിച്ച് ചോദിക്കുമ്പോൾ ആ ജനറൽ പറയുകയാണ്, ലിയുരാജ്ഞി തന്നെയാണ് ഞങ്ങളുടെ പട്ടാളത്തെ തടഞ്ഞത്. ലിയുരാജ്ഞി കാരണമാണെന്ന് കേൾക്കുമ്പോൾ ലിയുരാജ്ഞിയുടെ സഹോദരനെ വീണ്ടും ശരിക്കും ദേഷ്യമാവുകയാണ്. ആ ജനറൽ അപ്പോൾ പറയുകയാണ്, വളരെ പ്രധാനപ്പെട്ട സമയമാണിത്, നമ്മളിപ്പോൾ എന്ത് ചെയ്യും? ലിയുരാജ്ഞിയുടെ സഹോദരൻ അപ്പോൾ നിങ്കെ എവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് ചോദിക്കുന്നു. നിങ്കെ ഷിയാത്തിയ രാജ്ഞിയുടെ കൂടെയല്ല ഇപ്പോൾ ഉള്ളതെന്ന് അറിഞ്ഞപ്പോൾ ലിയുരാജ്ഞിയുടെ സഹോദരൻ ആ ജനറലിനോട് പറയുകയാണ്, അങ്ങനെയെങ്കിൽ ഷെങ്ങിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി അവിടെയുള്ള എല്ലാവരെയും കൊന്നുകളയൂ. വളരെ പേടിച്ചുകൊണ്ട് ആ ജനറൽ ഷിയാത്തിയ രാജ്ഞിയെയും മകനെയും കുറിച്ച് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവരെയും കൊല്ലുവാൻ തന്നെയാണ് ലിയുരാജ്ഞിയുടെ സഹോദരൻ പറയുന്നത്. വേറെ നിവർത്തിയില്ലാതെ അത് സമ്മതിച്ച് ആ ജനറൽ അവിടെ നിന്ന് പോകുന്നു. അപ്പോഴേക്കും ഷണ്ടൻ അവിടെ എത്തി പറയുകയാണ്, നിങ്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അത്ഭുതത്തോടെ ലിയുരാജ്ഞിയുടെ സഹോദരൻ ചിന്തിക്കുകയാണ്, അവൻ ഇങ്ങോട്ടാണോ വന്നത്? അവൻ എന്തുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വന്നത്? വളരെ ആകുലപ്പെട്ടുകൊണ്ട് പേടിച്ച് നിങ്കെ എന്താണ് ഇവിടെ എന്ന് ആ ഷണ്ടനോട് ചോദിക്കുമെങ്കിലും ആ ഷണ്ടനൊന്നും അറിയില്ലായിരുന്നു. പേടിച്ച് പരിഭ്രാന്തനായി ലിയുരാജ്ഞിയുടെ പ്രിയപ്പെട്ട പട്ടാളക്കാരൻ എവിടെയെന്നും ആ ഷണ്ടനോട് ചോദിക്കുന്നുണ്ട്. അവൻ്റെ ആ വെപ്രാളത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവൻ നിങ്കെ ഒരുപാട് പേടിക്കുന്നുണ്ട്. ഷിയാത്തിയ രാജ്ഞിയും മകനും ഇതേ സമയം രാജാവിൻ്റെ ചിതാഭസ്മവുമായി ഷെങ്ങിൻ്റെ കൊട്ടാരത്തിൽ എത്തിയിരുന്നു. സാങ്സാങ്ങിൻ്റെ ഫാദറാണ് ഈ ഷെങ്. വലിയ ആദരവോടു കൂടി അവരെ വണങ്ങിക്കൊണ്ട് തന്നെയാണ് ഷെങ് സ്വീകരിക്കുന്നത്. അവിടെ വേറെ കുറേ ആളുകളും ഉണ്ടായിരുന്നു, അവരും റെസ്പെക്റ്റ് പ്രകടിപ്പിക്കുന്നു. പിന്നെ ഷണ്ടനും മറ്റുള്ള സേവകന്മാരും കൂടി ലിയുരാജ്ഞിയും നിങ്കയും കൂടിയുള്ള ഒരു മീറ്റിങ്ങിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്യുന്നതായി കാണിക്കുന്നു. പിന്നെ ആ മീറ്റിങ്ങിന് വേണ്ടി ആദ്യം നിങ്കെ അവിടേക്ക് വരുന്നതായി കാണിക്കുന്നു. അവിടെ എത്തിക്കഴിയുമ്പോൾ തന്നെ നിങ്കയുടെ മനസ്സിലേക്ക് പഴയ കുറേ ഓർമ്മകളൊക്കെ വരുന്നു, രാജാവിനെ കുറിച്ചുള്ള കുറേ ഓർമ്മകൾ. അല്പം കഴിയുമ്പോൾ ലിയുരാജ്ഞിയും അങ്ങോട്ട് വരുന്നു. ലിയുരാജ്ഞി വന്ന ഉടനെ തന്നെ അവനോട് ചോദിക്കുകയാണ്, നിനക്കെന്നോട് വെറുപ്പുണ്ടോ? ഞാൻ എന്തിനാണ് നിന്നെ വെറുക്കുന്നതെന്ന് നിങ്കെ ചോദിക്കുന്നു. ലിയുരാജ്ഞി അപ്പോൾ പറയുകയാണ്, നീ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു സ്ത്രീയല്ല ഞാനെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. നിങ്കെ പറയുകയാണ്, ശരിയാണ്, എന്തിനാണ് നീ രാജകൽപ്പന തിരുത്തി കുറിച്ചത്? ലിയുരാജ്ഞിക്ക് അതിന് ഉത്തരം പറയാൻ സാധിച്ചിരുന്നില്ല. നിങ്കെ പറയുകയാണ്, ശരിയാണ്, അത് തെറ്റ് തന്നെയാണ്, പക്ഷേ ഞാൻ നിന്നെ തെറ്റിദ്ധരിക്കുന്നില്ല. ഗോൾഡൻ ഹോർഡയിലേക്ക് നീ വിവാഹം കഴിച്ചു കൊടുക്കപ്പെട്ടു, അവിടെ നിന്ന് സുരക്ഷിതമായി ഇവിടെ എത്തി. നിന്റെ സഹോദരനെ രാജാവാക്കുന്നതിന് വേണ്ടി രാജകൽപ്പന തിരുത്തി കുറിച്ചു, അതും കുഴപ്പമില്ല. പക്ഷേ നിന്റെ സഹോദരൻ ഒരിക്കലും താങ് സ്റ്റേറ്റിനെ അർഹിക്കുന്ന രാജാവല്ല, അവനൊരു നല്ല രാജാവല്ല. ആയിരുന്നെങ്കിൽ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഉടനെ തന്നെ ലിയുരാജ്ഞി പറയുകയാണ്, പക്ഷേ നീ എനിക്കൊരു വാക്ക് തന്നിരുന്നു, എന്നെ നീ സപ്പോർട്ട് ചെയ്യുമെന്ന്. നിങ്കെ ഉടനെ തന്നെ പറയുകയാണ്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്, ഷിയാത്തിയ രാജ്ഞിയെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല എന്നാണ്. അപ്പോൾ നീ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ലിയുരാജ്ഞി ചോദിക്കുന്നു. നിങ്കെ ഉടനെ തന്നെ പറയുകയാണ്, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു, ഞാനിതെല്ലാം ചെയ്യുന്നത് രാജാവിൻ്റെ അവസാനത്തെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ലിയുരാജ്ഞി മറ്റൊരു ആർഗ്യുമെൻറ്റുമായിട്ട് മുന്നോട്ട് വരികയാണ്, ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്, അക്കാദമിയോ നീയോ അതിൽ ഇടപെടരുത്. നിങ്കെ അപ്പോൾ പറയുകയാണ്, ഇവിടെയും നിനക്ക് തെറ്റുപറ്റി. ഒന്നാമതായിട്ട് നീ ഈ ഫാമിലിയിലുള്ളതല്ല, താങ് സ്റ്റേറ്റ് താങ് പീപ്പിളിനുള്ളതാണ്. നീ ഗോൾഡൻ ഹോർഡയിലേക്ക് വിവാഹം കഴിച്ചു കൊടുക്കപ്പെട്ടവളല്ലേ. അതുകൂടാതെ താങ് സ്റ്റേറ്റിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ഫൂസിയാണ്. അതുകൊണ്ട് താങ് സ്റ്റേറ്റ് അക്കാദമിയുടെ കീഴിലാണ് വരുന്നത്. ലിയുരാജ്ഞി അപ്പോൾ പറയുകയാണ്, അത് ആദ്യത്തെ അറിവാണല്ലോ. നിങ്കെ അപ്പോൾ പറയുകയാണ്, എന്തൊക്കെ വന്നാലും രാജകൽപ്പന തിരുത്തി കുറിക്കുന്നതിൻ്റെ അത്രയും വരില്ലല്ലോ, അത് താങ് സ്റ്റേറ്റിൻ്റെ ചരിത്രത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. കൂടാതെ ചരിത്രത്തിൽ ആരും തന്നെ താങ് സ്റ്റേറ്റിനെ കീഴടക്കിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് ഉള്ളിൽ നിന്ന് തന്നെയായിരിക്കും. നിനക്കും നിന്റെ സഹോദരനും അധികാരം വേണം, പക്ഷേ അതിന് പറ്റിയ സമയമല്ല ഇത്. അതേപോലെ തന്നെ അതിനുവേണ്ടി നിങ്ങൾ ചെയ്ത നീച പ്രവൃത്തികൾ, വളരെ വൃത്തികെട്ട കളികളാണ് നിങ്ങൾ അതിനുവേണ്ടി കളിച്ചത്. അതെന്നെ ശരിക്കും നിരാശപ്പെടുത്തി. അപ്പോൾ ലിയുരാജ്ഞി ചോദിക്കുകയാണ്, ശരി, അതൊക്കെ തന്നെ ഞാൻ സമ്മതിക്കാം,
പക്ഷേ ഈ ഒരു അവസരത്തിൽ എന്നെക്കാളും ബെറ്ററായിട്ട് ഇതൊക്കെ വേറെ ആര് ഹാൻഡിൽ ചെയ്യും? എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ? എൻ്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിലോ? ഷിയാത്തിയ രാജ്ഞി ആയിരുന്നെങ്കിലോ? നിനക്ക് അപ്പോൾ പറയുകയാണ്, നീ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോഴും നീ പറയുന്നത് ലോകം മുഴുവനും എതിരെ ഫൈറ്റ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ജയിക്കുമെന്നാണോ? നമ്മുടെ ശത്രുക്കൾ നല്ല കൗശലക്കാരാണ്. ഇപ്പോൾ നമ്മുടെ ആർമി ആകട്ടെ വളരെ വീക്കും. ഈ ഒരു അവസരത്തിൽ ഒഴിച്ചുകൂടാൻ സാധിക്കുന്ന ഒരുപാട് മിസ്റ്റേക്കുകൾ നീ വിളിച്ചു വരുത്തി. ഈ കാരണമാണ് ആ മിസ്റ്റേക്കുകൾ സംഭവിച്ചത്. അതിനുശേഷം ചോങ്മിങ് രാജകുമാരൻ്റെ ചതിയിൽപ്പെട്ട് മരിച്ചുപോയ ആർമികളെക്കുറിച്ചും കൂടാതെ ഒരാവശ്യമില്ലാതെ മരിച്ച മറ്റ് ജനറലുകളെക്കുറിച്ചും അവസാനമായി വളരെ ദേഷ്യത്തോടെ ജനറൽ മായുടെ മരണത്തെക്കുറിച്ചുമൊക്കെ എണ്ണി നിൻകെ പറഞ്ഞു കഴിയുമ്പോൾ ലിയുരാജ്ഞിക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. നിൻകെ തുടർന്ന് പറയുകയാണ്, എനിക്കറിയാം ഇതൊന്നും തന്നെ നീ വരുത്തി വെച്ച തെറ്റുകളൊന്നുമല്ല, നിന്റെ സഹോദരൻ വിളിച്ചു വരുത്തിയ തെറ്റുകളാണ്. അതുകൊണ്ട് തന്നെ അവൻ എങ്ങനെ അധികാരത്തിൽ കയറുമെന്ന് എനിക്കൊന്ന് കാണണം. ഇതോടെ ഇന്നത്തെ വീഡിയോയും കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.